സർ നമസ്കാരം. സർ, ഇന്ത്യയുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൈന പാകിസ്ഥാന് അവരുടെ ഒരു ഉപഗ്രഹ സംവിധാനം നൽകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. ബെയ്ദു എന്ന് പറയുന്ന ഉപഗ്രഹ സംവിധാനം ഇതെങ്ങനെ എന്താ പറയുക, ചൈന ഇങ്ങനെ നിരന്തരമായിട്ട് പാകിസ്ഥാനെ സഹായിക്കുമ്പോൾ നമുക്കൊരു ഭീഷണിയല്ലേ? നമുക്കൊരു ഭീഷണിയാണല്ലോ. കുറേ കാലങ്ങളായിട്ട് ചൈന പാകിസ്ഥാനെ മാത്രമല്ല, പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളെ മുഴുവൻ സ്വാധീനിക്കാനും അയൽ രാജ്യങ്ങളെയൊക്കെ ഇന്ത്യക്ക് എതിരായി മാറ്റാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമം കുറേ കാലമായിട്ട് ചൈന നടത്തുന്നുണ്ട്. എന്നും ചൈനയുടെ ഒരു സമീപനം അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ ചൈനീസ് യുദ്ധകാലം മുതൽ അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യക്ക് നേരെ ചൈന യുദ്ധം ചെയ്തെന്ന് 62ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഇന്തോ ചീന വായ്ഭായി എന്ന ചൈനീസ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശനം നടത്തി നെഹ്റു അദ്ദേഹവും കൂടി വലിയ സ്വീകരണമൊക്കെ നടത്തി തിരിച്ചു ചെന്നിട്ടാണ്. അങ്ങനെ ഇന്തോ ചീന ബായ് എന്നൊരു മുദ്രാവാക്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയെ കയറി ആക്രമിക്കുകയും അന്ന് പിടിച്ചെടുത്ത 14,000 ചതുരശ്ര മൈൽ സ്ഥലം ഇപ്പോഴും ചൈനയുടെ കയ്യിലിരിക്കുകയാണ്. അതിനുശേഷം അതിർത്തിയിൽ ചൈന തുടർച്ചയായ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളൊരു ശത്രു രാജ്യമെന്ന പ്രതീതി തന്നെയാണ് എപ്പോഴും പോകുന്നത്. നമുക്ക് ചൈനയുമായുള്ള പിന്നീട് പല ചർച്ചകൾ നടത്തുകയും പല കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പിന്നെ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന എന്നുള്ളതാണ്. കഴിഞ്ഞ പാകിസ്ഥാൻ ആക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇന്ത്യ ഈ ഡയറക്റ്റ് ഫൈറ്റിൽ ഒരിക്കലും പാകിസ്ഥാനെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നറിയാവുന്നത് കൊണ്ട് കൂടിയാണല്ലോ അവർ ഭീകരരെ ഭീകരരെ ഇറക്കി വിട്ടിട്ട് അല്ലെങ്കിൽ ഭീകരരുടെ താവളങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് പാക് ഒക്യുപ്ഡ് കാശ്മീർ പ്രദേശം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഭീകരർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നടന്ന യുദ്ധങ്ങളിലൊക്കെ പാകിസ്ഥാനുമായി നടന്ന യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യ വിജയിച്ചെങ്കിലും പലപ്പോഴും നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പിന്നെ 65-ൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും താഷ്കൻഡ് ഉടമ്പടിയിലൂടെ ആ സ്ഥലങ്ങൾ ഇന്ത്യ സമാധാന ഉടമ്പടിയിലൂടെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ എന്നും ജയിക്കുന്നത് ഇന്ത്യയാണ്. കാർഗിൽ യുദ്ധത്തിൽ ജയിച്ചത് നമ്മളാണ്. 71 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബംഗ്ലാദേശ് യുദ്ധത്തിൽ ബംഗ്ലാദേശ് സൃഷ്ടിച്ച് പാകിസ്ഥാൻ തകർത്തതും നമ്മളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അപ്പോൾ ഇതൊന്നും ചൈനയ്ക്ക് ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് പല വിധത്തിലാണ് ചൈന ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ നേപ്പാൾ, പിന്നെ ബർമ്മ, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും, പിന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായി കിടക്കുന്ന സംസ്ഥാനങ്ങൾ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് ചൈനയുടെ കൈവശമാണെന്ന് അവർ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ചൈനയുടെ സ്ഥലമാണെന്ന് പറയുന്ന സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യുദ്ധത്തിൽ പ്രതിരോധ തന്ത്രങ്ങളിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്താനാണ് ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഉപഗ്രഹ ചാനൽ സംവിധാനം വഴിയുള്ള പുത്തനായുധങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും അത് പിന്നെ ഈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടി അതൊരു വലിയ വിനാശമാണ് പാകിസ്ഥാന് വരുത്തി വെച്ചത്. അത് പല വിധത്തിൽ ആദ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചു. എങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാനും ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പറയാനും നിർഭാഗ്യകരമായ വസ്തുത ഇവിടെ പ്രതിപക്ഷ നേതാവ് എത്ര ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് കണക്ക് ഒക്കെ ആവശ്യപ്പെടുന്ന നിർഭാഗ്യകരമായ സംഭവങ്ങൾ അത് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായി. അത് ഇന്ത്യയിൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം പാകിസ്ഥാനിൽ ആഘോഷിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി ഈ കഴിഞ്ഞ യുദ്ധത്തിനിടെ. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യക്ക് എതിരെ ഒരു മേൽക്കൈ നേടാൻ കഴിയില്ല എന്നുള്ളതാണ് തെളിഞ്ഞത്. സത്യത്തിൽ അത്ര കൃത്യവും ശക്തവുമായ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ സാധാരണഗതിയിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പൊതുജനങ്ങൾക്കാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നിരപരാധികൾക്കാണല്ലോ, സാധാരണ മനുഷ്യർക്കാണ് വലിയ ഇതുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പറയേണ്ടി വരുന്നത്, ഇപ്പോൾ ഗാസയിലും ഇസ്രായേലിലെ യുദ്ധത്തിലൊക്കെ ഗാസയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതേസമയം ഉക്രൈനിലൊക്കെ നടക്കുന്ന അവിടെയും ഇങ്ങനെ ഒത്തിരി ഈ പൊതുജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർ കുഞ്ഞുങ്ങൾ ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. സൈനിക താവളങ്ങളിലേക്കും പിന്നെ വിമാന താവളങ്ങളിലേക്കും മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത്. അത് അവിടെ ഏതാണ്ട് ഒരു സർവനാശം വരുത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത്രയും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തിരിച്ചടി ഉണ്ടാകും. ഇവരെ ഈ ഭീകരരെ സംരക്ഷിക്കുന്നതിന് ഇനി പൊറുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നിരപരാധികളായ നമ്മുടെ രാജ്യത്ത് കടന്ന് ഒളിച്ചു കടത്തുക എന്നതാണ് അവരുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഒളിച്ചു കടത്തിക്കൊണ്ടേയിരിക്കുക. പാക് ഒക്യുപ്ഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഒരു പിന്നെ ഭീകരരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ചൈനയുടെ സഹായം അതിനകത്തുണ്ട്. പിന്നെ വളരെ ശക്തമായി ചൈന അതിനെ സഹായിക്കുന്നുണ്ട്.
പിന്നെ അതുപോലെയുള്ള ഭീകര താവളങ്ങൾ, അതിർത്തികൾ മുഴുവൻ വിന്യസിക്കുകയും ഭരണകൂടത്തിന്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്, ജനാധിപത്യ ഭരണകൂടത്തിന് പാകിസ്ഥാനിൽ യാതൊരു വിധമായ വിലയുമില്ലല്ലോ. അവിടെ സൈനികരാണ് മുഴുവൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പം തന്നെ സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി, ഏറ്റവും ഉന്നത പദവിയായ ഫീൽഡ് മാർഷൽ പദവി കൊടുത്തിരിക്കുകയാണ്. തോറ്റ യുദ്ധത്തിൽ, പരാജയപ്പെട്ട യുദ്ധത്തിൽ ഒരു ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പരാജയപ്പെട്ട യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഫീൽഡ് മാർഷലായി പ്രഖ്യാപിക്കുന്ന കാര്യം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. നമ്മളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരും അങ്ങനെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ പട്ടാളമാണ് നിയന്ത്രിക്കുന്നത്. യുദ്ധം പിന്നെ സാമ്പത്തികമായി ആ രാജ്യം വളരെ 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 തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അവർക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമൊക്കെ നടത്താൻ അതിനൊരു പ്രചോദനം എന്ന് പറയുന്നത് യുദ്ധം ഇല്ലാതെ ഇന്ത്യയുമായി ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടല്ലാതെ അവിടെ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ സംവിധാനമാണ് ഈ ചെയ്യുന്നത്. ഇപ്പം തന്നെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന വലിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിൽ ഏത് സമയത്താണ് ബലൂചിസ്ഥാൻ ബംഗ്ലാദേശ് വിട്ടു പോകും എന്ന അവസ്ഥയിലാണ്. അത് നമുക്കറിയാം. അവർ അത്ര ശക്തമായ വിമോചന പോരാട്ടമാണ് നടന്നത്. ഇന്ത്യ അതിനകത്ത് ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല. നമുക്കത് അങ്ങനെ നമ്മൾ ചെയ്യുന്നുമില്ല. പക്ഷേ അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അവർ അചിരേണ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്ന കാര്യത്തിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാണുമ്പോൾ സംശയമില്ല. അപ്പോൾ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ യുദ്ധമല്ലാതെ ഒരുമിപ്പിച്ചതിന് ഒരു മാർഗവുമില്ലാത്ത ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഇത്ര വലിയ പ്രതിസന്ധിയിലും ഇത്ര രൂക്ഷമായ ബുദ്ധിമുട്ടിലും ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പോൾ ചൈന അതിന് വളരെ സഹായകരമായ നിലപാടെടുക്കുക, പുതിയ ആയുധങ്ങൾ നൽകുക. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ സംവിധാനം വീക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നതിന് ഒക്കെയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ പരാജയപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിയുമെന്നാണ് നമ്മുടെ ബോധ്യം. കാരണം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പുത്തൻ മേഖലകൾ കണ്ടെത്താൻ വേണ്ടി, പുതിയ മേഖലകൾ കണ്ടെത്തി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഭീകരർക്ക് ഇതിന് ആവശ്യമായ ഈ സഹായങ്ങൾ നൽകുന്നത് എന്ന് ചിന്തിക്കുകയാവാം. പിന്നെ അതൊരു പ്രലോഭനം കൂടിയാണ് ഈ ചൈന പാകിസ്ഥാൻ നൽകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഒരുപാട് താല്പര്യങ്ങൾ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇടനാഴി അടക്കമുള്ള ഈ റോഡ് ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു സഹായം അവർക്കും ആവശ്യമുണ്ട് ചൈനയ്ക്ക്. അതുകൊണ്ട് പാകിസ്ഥാന് ഇത്തരം ആയുധങ്ങളും ഇത്തരം സംവിധാനങ്ങളും നൽകി പാകിസ്ഥാനെ വളർത്തിയെടുക്കാനുള്ള ഒരു സേനയുടെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടി വരുന്നത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം വിജയിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നമ്മൾ വളരെ സുശക്തമായിരിക്കുന്നു. നമ്മുടെ സംവിധാനങ്ങൾ അത്ര ശക്തമായിരിക്കുന്നു. നമ്മുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് അത്ര ശക്തമായിരിക്കുന്നു. അത് പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ കാര്യങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയില്ല. തിരിച്ചടി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കൃത്യമായും ഭീകര താവളങ്ങളും സൈനിക താവളങ്ങളും തകർത്തുകൊണ്ടുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്ര സൂക്ഷ്മമായ മറുപടി ഇസ്രായേലൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പലസ്തീൻ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുന്നത്. പക്ഷേ അതെങ്കിലും അവർക്ക് ഒരുപാട് നിരപരാധികളെ കൊല്ലേണ്ടി വരുന്നു. അതുപോലും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യ അന്തസ്സായി അവരാവശ്യപ്പെട്ടപ്പോൾ നമ്മൾ നിർത്തുകയും ഇനിയും ആക്രമിച്ചാൽ നമ്മൾ അതേപടി ഇതിലും രൂക്ഷമായി തിരിച്ചടിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ ചൈനയുടെ സഹായം തേടി പുത്തൻ ആയുധങ്ങളും അതവർ ഉൾക്കൊള്ളുന്നില്ല. നമ്മളെ എവിടെയാണ് ആക്രമിക്കാൻ കഴിയുന്നത്, നമുക്ക് എവിടെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഗവേഷണത്തിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ.